ഹായ് എവ്രിവൺ, ബിസിനസ് ബസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് പേയ്പാലിൽ ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഓവർബോർഡിൽ നിന്ന് പേയ്മെൻറ്റ്സ് റിസീവ് ചെയ്യാനുണ്ട് ത്രൂ പേയ്പാൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതുപോലെ വന്നിട്ട് അവർക്കായിട്ട് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് അറിയേണ്ടത് നമ്മുടെ കസ്റ്റമറിൻ്റെ അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ പേയ്പാൽ അഡ്രസ്സാണ്. പേയ്പാൽ അഡ്രസ്സ് അവർ ഏത് ഇമെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ടാണോ പേയ്പാൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഇമെയിൽ ഐ ഡി അവരുടെ അടുത്ത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ട് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എൻ്റെ പേയ്പാൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്ത ശേഷം നമുക്കിവിടെ മാനേജ് ഇൻവോയ്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻവോയ്സിങ്ങിൻ്റെ ഡാഷ്ബോർഡാണ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇവിടെ ക്രിയേറ്റ് ഇൻവോയ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു സിംഗിൾ കസ്റ്റമറിനുള്ള ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സെയിം ഇൻവോയ്സ് തന്നെ മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സിന് അയക്കുന്ന രീതിക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. എനിക്കിപ്പോൾ ഇവിടെ ഒരു സിംഗിൾ കസ്റ്റമറിന് മാത്രമാണ് ഇൻവോയ്സ് അയക്കേണ്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അവരുടെ ഇമെയിൽ അഡ്രസ്സാണ് ഞാൻ ആഡ് ചെയ്തത്. അതിനെ കൂട്ടി തന്നെ എഡിറ്റ് കസ്റ്റമർ ഇൻഫർമേഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ അഡ്രസ്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി മുമ്പും ഇൻവോയ്സ് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലയൻറ്റാണ്. ജസ്റ്റ് കസ്റ്റമറിൻ്റെ പേയ്പാൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം അവരുടെ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ആഡ് ലോഗോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇൻവോയ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ലോഗോ ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് മീഡിയ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ലോഗോ സെലക്ട് ചെയ്തിട്ടുണ്ട്, അത് അപ്ലോഡ് ആവുന്നുണ്ട്. ലോഗോ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഡ്യൂ എന്നുള്ള ഭാഗത്ത് ഓൺ റിസിപ്റ്റാണ് ഞാനിപ്പോൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണോ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഷിപ്പിംഗ് ചാർജസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ റിക്വയർമെൻ്റാണ് ഞാൻ എൻ്റർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഡക്ട്സിൻ്റെ ഇൻവോയ്സസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഏത് പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് എത്ര പ്രൈസാണ്, എത്ര ക്വാണ്ടിറ്റിയാണ്, അതിൻ്റെ ടാക്സ് റേറ്റ് എത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ ഇൻ കേസ് എന്തെങ്കിലും കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അഡീഷണൽ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ഓപ്ഷണൽ എന്നുള്ള ഫീൽഡിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പ്രൈസിൽ നിങ്ങൾക്ക് കറൻസി ഇവിടെ വന്നിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ USD എടുത്തു, $ലാണ് ഇപ്പോൾ ഈ ഒരു ഇൻവോയ്സ് ഉണ്ടായിരിക്കുന്നത്. പേയ്പാലിൻ്റെ ഫീസ് വരുന്നത് യൂഷ്വൽ റേറ്റ് എന്ന് പറയുന്നത് 5.5% ആണ്. അപ്പോൾ ഞാനിതിൻ്റെ ഫീസ് എന്നുള്ള ഭാഗത്താണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണലി ആഡ് ഐറ്റം ഓർ സർവീസ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാവുന്നതാണ് ഒരു പെർട്ടിക്കുലർ ഇൻവോയ്സിൽ തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈ ഒരു ഇൻവോയ്സിൽ ഷിപ്പിംഗ് ചാർജസ് മാത്രമേ കളക്ട് ചെയ്യാനുള്ളൂ. സോ ഒരു പെർട്ടിക്കുലർ ഐറ്റം മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഈ ഇൻവോയ്സിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പെർട്ടിക്കുലർലി ഉള്ള ചില റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. മേ ബി നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള കൂടുതൽ ഫീച്ചേഴ്സ് ഈ ഒരു കസ്റ്റമൈസ് ഓപ്ഷനിലൂടെ നിങ്ങൾ കണ്ടെത്താനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എൻ്റെ ഇൻവോയ്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐ ബട്ടൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രിവ്യൂ കാണാവുന്നതാണ്. എങ്ങനെയാണ് എൻ്റെ കസ്റ്റമർ അല്ലെങ്കിൽ ക്ലയൻറ്റ് ഇത് കാണാൻ പോകുന്നത് എന്നുള്ള രീതിക്ക് നമുക്ക് ഒരു പ്രിവ്യൂ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് സെൻഡ് ഓപ്ഷൻ അടിച്ചു. ഇൻവോയ്സിൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സെൻഡ് ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ അവർ ഈ ഒരു ഇമെയിൽ ഐ ഡിയിൽ നമ്മുടെ കസ്റ്റമർ അല്ലെങ്കിൽ ക്ലയൻറ്റ് ഈ ഒരു ഇൻവോയ്സ് അവരുടെ ആ ഒരു ഇമെയിൽ ഐ ഡിയിൽ റിസീവ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ പേയ്പാൽ അക്കൗണ്ടിലും അത് അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ ഇൻവോയ്സ് ഇപ്പോൾ സെൻഡ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കസ്റ്റമർ അല്ലെങ്കിൽ ക്ലയൻറ്റ് പേയ്മെൻറ്റ് എപ്പോഴാണോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ പേയ്പാൽ ആപ്പിൽ ത്രൂ തന്നെ ലഭിക്കുന്നതാണ്. അത് പോരാതെ തന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻവോയ്സ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ടുഡേ എന്ന് പറഞ്ഞിട്ട് സമയവും അതുപോലെ തന്നെ എന്താണ് നമ്മൾ ചെയ്ത ആക്ടിവിറ്റി എന്നുള്ളതും അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ ഒരു കസ്റ്റമർ ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉള്ള സ്ക്രീൻ കാണിക്കാം. ഇതിപ്പോൾ നമ്മൾ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്തു, പക്ഷേ നമ്മുടെ കസ്റ്റമർ അല്ലെങ്കിൽ ക്ലയൻറ്റ് അതുവരെയും പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിമൈൻഡ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഇൻവോയ്സ് വീണ്ടും
അവരുടെ ഇമെയിലിലേക്ക് അയക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണുന്ന റിമൈൻഡ് ബട്ടൺ അടിക്കാവുന്നതാണ്. അപ്പോൾ ഇൻ കേസ് അവർ ഈ ഒരു ഇമെയിൽ മിസ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് റിമൈൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഇൻവോയ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ് റിസീവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു എമൗണ്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻവോയ്സ് ആക്ടിവിറ്റിയിലും ആ ഒരു ആക്ടിവിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പേയ്പാലിൽ ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത് അത് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.